നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മളുടെ സുവിശേഷങ്ങളിൽ സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എഴുതപ്പെട്ടിരിക്കുന്ന വളരെ സുന്ദരവും താത്വികവുമായ ഒരു സുവിശേഷമാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം. വളരെ വ്യത്യസ്തമായ വിധത്തിൽ യേശുവിൻ്റെ ജീവിതത്തെ നോക്കിക്കാണുകയും മറ്റ് സുവിശേഷകർ പറയുവാൻ വിട്ടുപോയിരിക്കുന്നതോ മാറ്റി നിർത്തിയിരിക്കുന്നതുമായ പല സംഭവങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുകയും വളരെ ചിട്ടയായ വിധത്തിൽ വളരെ താത്വികമായ വിധത്തിൽ എഴുതപ്പെടുകയും ചെയ്തിരിക്കുന്ന ഒരു സുവിശേഷമാണ്. ഒരുപക്ഷെ യവനായ തത്വചിന്തകരോട് കിടപിടിക്കത്തക്ക വിധത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന സുവിശേഷമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ ക്രമീകരണം എത്ര സുന്ദരമാണ് എന്നതാണ്. നമുക്കറിയാവുന്ന സംഭവങ്ങളാണ്. 2-ാം അധ്യായം ആദ്യത്തെ വാക്യങ്ങളിൽ കാണുന്ന സംഭവം കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു സംഭവമാണ്. കാനാവിലെ കല്യാണം ആണ്. കാനാവിലെ കല്യാണ വീട്ടിൽ യേശുവും ശിഷ്യന്മാരും വരികയും അവിടെ ഉണ്ടാവുന്ന യേശുവിൻ്റെ ആദ്യത്തെ അടയാളം. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന 2-ാമത്തെ സംഭവം, യേശു യെരുശലേം ദേവാലയത്തിലേക്ക് പെസഹ പെരുന്നാളിന് അവിടെ ചേർന്ന് ചെല്ലുമ്പോൾ അവിടെ ഒരു കച്ചവട സ്ഥലമാക്കി അതിനെ മാറ്റിയിരിക്കുന്നത് കണ്ട് വേദനപ്പെട്ട് അതിനെയെല്ലാം ശാസിച്ച് അടിച്ച് പുറത്ത് ആക്കുകയും ആ ദേവാലയത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. 3-ാമത്തെ സംഭവം യേശുവിൻ്റെ ഒരു വെല്ലുവിളിയാണ്. എൻ്റെ ശരീരം പൊളിക്കുവിൻ, ഞാനത് 3 ദിവസം കൊണ്ട് പണിയും എന്നതാണ്. മന്ദിരം പൊളിക്കുവിൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ 3 സംഭവങ്ങൾ, 3 വിവരണങ്ങളുടെ ഒരു ആകത്തുകയാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം. എൻ്റെ ശരീരം, എൻ്റെ വീട്, എൻ്റെ പള്ളി, ഇത് 3ഉം ദൈവസന്നിധിയിൽ നാം സമർപ്പിച്ച് ദൈവത്തിൻ്റെ മന്ദിരങ്ങളായി നാം സ്വയം സമർപ്പിച്ചിട്ടുള്ളതാണ്. വിശുദ്ധ മാമോദീസയിലൂടെ എൻ്റെ ശരീരം ദൈവസന്നിധിയിൽ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനാൽ മുദ്രയിടംപെട്ട് ദൈവത്തോട് ചേർക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായി പറയുന്നു, നിന്റെ ശരീരം നിന്റെ സ്വന്തമല്ലെന്നും നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്നും നീ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരമാണ് നിന്റെ ശരീരം എന്ന് വളരെ വ്യക്തമായി ഓർമ്മിക്കുകയാണ്. ദൈവസന്നിധിയിൽ ജീവനും പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കപ്പെടേണ്ട ശരീരമാണ് നിൻ്റേത് എന്ന് പൗലോസ് ശ്ലീഹ റോമാലേഖനത്തിലും ഓർമ്മിക്കുകയാണ്. റോമർക്കും കൊരിന്ത്യർക്കും എഴുതിയ ലേഖനങ്ങളിലൂടെ വളരെ വ്യക്തമായി പൗലോസ് ശ്ലീഹ ശരീരത്തെ പറ്റി വർണ്ണിക്കുകയാണ്. ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവാലയം ദൈവത്തിൻ്റെ മന്ദിരമാണ്. അതുപോലെ നിന്റെ ഭവനം ദൈവസന്നിധിയിൽ ഭവനവാഴ്വിൻ്റെ കൂദാശ ചെയ്ത് ദൈവസന്നിധിയിൽ വിശുദ്ധ തൈലം കൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് മുദ്രണം ചെയ്യുമ്പോൾ ഈ ഭവനവും ഒരു കുഞ്ഞ് ദേവാലയമായി മാറുകയാണ്. ഈ കുഞ്ഞ് ദേവാലയത്തിൽ ദിനംതോറും പ്രാർത്ഥനകൾ നടത്തുവാൻ, ആരാധനകൾ നടത്തുവാൻ, ദൈവവുമായുള്ള സംസർഗത്തിൽ ജീവിക്കുവാൻ വേണ്ടി നാം സമർപ്പിക്കുകയാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന മന്ദിരമായ വീട്, ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയം, ദൈവസന്നിധിയിൽ സമർപ്പിതരായി ജീവിക്കുവാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവാത്മാവിനെ വസിക്കുവാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ശരീരം, ഈ 3 മന്ദിരങ്ങളുടെ വളരെ പരസ്പരമുള്ള ബന്ധത്തെ ഈ ടെക്സ്റ്റ്, ഈ പാഠഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ ഒരു പൊതുവായ ഒരു ആമുഖത്തിൽ നിന്ന് നമുക്ക് വീണ്ടും കാനാവിലെ കല്യാണ വീട്ടിലെ ആ പ്രത്യേക ഒരു സംഭവത്തിലേക്ക് വരാം. കല്യാണത്തിനായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു വീടാണ്. ആ വീട്ടിൽ ധാരാളം ആൾക്കാർ വന്നിരിക്കുകയാണ്. എന്നാൽ ഒരു കുടുംബം അവിടെ വളരെ ശ്രദ്ധേയമാണ്. ആ കുടുംബം മറിയയുടെ കുടുംബമാണ്. വിശുദ്ധ മറിയം തൻ്റെ മകനും ആയി അവിടെ വന്നിരിക്കുകയാണ്. യേശുവും ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു, മറിയയും ആ വീട്ടിലുണ്ടായിരുന്നു. ഇവർ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഇവർ ഈ വീട്ടിൽ വന്ന് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് 1-ാമത്തെ അടയാളമായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഈ മറിയത്തിൻ്റെ കുടുംബവും ഈ കാനാവിലെ കുടുംബവും തമ്മിലുള്ള ഒരു ഇടപെടലാണ്. നമ്മളും ധാരാളം വീടുകൾ ഉള്ള ഇടങ്ങളിലാണ് ജീവിക്കുന്നത്. വിവിധ മതസ്ഥരായ ആൾക്കാർ നമ്മുടെ അയൽവക്കങ്ങളിലുണ്ട്. എത്ര സുന്ദരമാണ്! വിവിധ മതങ്ങളിലുള്ള ആൾക്കാരൊക്കെ അയൽവക്കത്തുണ്ടാകുക, അവരുടെയൊക്കെ കല്യാണത്തിനും വിവിധ ഫംഗ്ഷനുകളിലൊക്കെ നമുക്ക് പോകാൻ സാധിക്കുക, അവരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരിക, നമ്മൾ ഒരു മേശപ്പുറത്തിരുന്ന് ഭക്ഷിക്കുക, ഇതൊക്കെ നമ്മളുടെ ഭാരതത്തിൽ കാണുന്ന സുന്ദരമായ കാഴ്ചകളാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഒരു കേരള പശ്ചാത്തലത്തിൽ മലയാളികളുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ യേശുവിൻ്റെ കുടുംബം, മറിയയുടെ കുടുംബം ഈ കാനാവിലെ കല്യാണ വീട്ടിൽ ക്ഷണിക്കപ്പെട്ട് വന്നിരിക്കുമ്പോൾ അവിടെ പ്രധാന വിഭവമായ വീഞ്ഞ് തീർന്നുപോയി എന്നതാണ്.
ഒരു കുറവ് അത് മറിയ അറിയുകയാണെന്നുള്ളതാണ്. ഒരു വീടിൻ്റെ കട്ടളവാതിൽക്കൽ നിന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ എത്ര കണ്ടാണ് നമ്മൾ കയറിയ വീടിൻ്റെ എല്ലാ സ്പന്ദനങ്ങളെയും ഒപ്പിയെടുക്കാൻ സാധിക്കുക? ഒരു വീടിനെ നമ്മൾ അറിയുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ എത്രയോ വീടുകളിൽ കയറുന്നു, എത്രയോ പേർ നമ്മുടെ വീടുകളിൽ കയറുന്നു. അവരുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനവും ആ വീടിൻ്റെ സ്പന്ദനവും നമ്മൾ എത്ര കണ്ട് തിരിച്ചറിയുന്നു എന്നത് വളരെ പ്രധാനമാണ്. മറിയ ആ വീടിൻ്റെ ഒരു കുറവ് മുൻകൂട്ടി അറിയുകയാണ്. അതിലെ പ്രധാന വിഭവം തീരാൻ പോവുകയാണ്. ഈ കുടുംബം ഒരു പ്രത്യേകമായ മാനസികാവസ്ഥയിലേക്ക് കടക്കാൻ പോവുകയാണ്. ആ മാനസികാവസ്ഥ നാളെ ഒരു സാമൂഹിക പ്രശ്നമാണ്. ആളുകളെല്ലാം വിളിച്ചു വരുത്തി പ്രധാന വിഭവം തീർന്നു പോകുന്നത് ആദ്യം അറിയുന്നത് അതിഥിയായി എത്തിയ മറിയയാണ് എന്നതാണ്. അതാണ് ഒരു തിരുക്കുടുംബത്തിന്റെ പ്രത്യേകത എന്നത്. ഒരു കുടുംബം തിരുക്കുടുംബമാകുന്നത് സ്വന്തം ഉള്ളങ്ങളെ മാത്രം അറിയുമ്പോഴല്ല, മറ്റു കുടുംബങ്ങളുടെയും മറ്റുള്ളവരുടെയും ഉള്ളങ്ങളെ അറിഞ്ഞ് അതിൻ്റെ സ്പന്ദനങ്ങളെ അറിഞ്ഞ് അതിനോട് പ്രതികരിക്കുമ്പോഴാണ് ശരിക്കും ഒരു കുടുംബം തിരുക്കുടുംബമാകുന്നത്, ഒരു ഹൃദയം തിരുഹൃദയമായി മാറുന്നത്. മറിയയുടെ ഹൃദയം ആദരിക്കപ്പെടേണ്ട ഹൃദയമാണ്. മറിയ ആ വീടിൻ്റെ സ്പന്ദനം അറിഞ്ഞിട്ട് ആ വീട്ടുകാരെ ഒന്നും ആ രംഗത്ത് കാണുന്നില്ല. എന്നാൽ മറിയ അത് അറിഞ്ഞിട്ട് തൻ്റെ മകനോട് ചേർന്ന് അതിന് പരിഹാരം കണ്ടെത്തുകയാണ്. കുറവുകൾ കണ്ടെത്തുമ്പോൾ കുറ്റപ്പെടുത്തുന്നത് ഒരു ക്രൈസ്തവ ശീലമായി നാം കാണരുത്. കുറവുകൾ കണ്ടെത്തുമ്പോൾ അത് കുറ്റപ്പെടുത്തുവാനും അവരെ അവഹേളിക്കുവാനും അവർ തന്നെ പരിഹരിച്ചു കൊള്ളട്ടെ എന്ന് ചിന്തിച്ച് ഒഴിഞ്ഞു നിൽക്കുവാനും മറ്റുള്ളവരുടെ കുറവുകളും പോരായ്മകളും പരാജയങ്ങളും കണ്ട് ആസ്വദിക്കുവാനും വേണ്ടിയുള്ളതല്ല ജീവിതം. പിന്നെയോ നാം കയറി ചെല്ലുന്ന ഒരു വീടിൻ്റെ കുറവ് നാം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ എന്തോ വലിയ കണ്ടുപിടുത്തം നടത്തി എന്ന് പറഞ്ഞ് കുറവുകളെ പരസ്യമാക്കുക എന്നതിലുപരിയായി ആരും അറിയാതെ, വീട്ടുകാർ പോലും അറിയാതെ ആ കുറവിനെ നികത്തുവാൻ സാധിക്കുന്ന ഒരു സാന്നിധ്യമായി മറിയയുടെ കുടുംബം ആ വീട്ടിൽ ചേരുന്നു എന്നതാണ്. അതുകൊണ്ട് ക്രൈസ്തവ കുടുംബങ്ങൾക്കെല്ലാം മാതൃകയാണ് ഈ അമ്മയുടെ കുടുംബം. വിശുദ്ധ മറിയത്തിൻ്റെ ഈ കുടുംബം, ഈ തിരുക്കുടുംബം സകലർക്കും മാതൃകയാണ്. മറ്റൊരു വീടുമായുള്ള ബന്ധത്തിൽ, മറ്റു സുഹൃത്തുക്കളുമായുള്ള ബന്ധത്തിൽ ഒരാളുടെ കുറവ് ഞാൻ തിരിച്ചറിയുമ്പോൾ അവിടെ എൻ്റെ വലിയൊരു ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ആ കുറവിനെ ആരും അറിയാതെ എൻ്റെ വീട്ടിലെ ഒരു പ്രശ്നം പോലെ പരിഹരിക്കുവാൻ സാധിക്കുന്നതിനുള്ള ഒരു നൈപുണ്യം നമുക്കുണ്ടാകണമെന്നതാണ്. അത് വിശുദ്ധ മറിയത്തിനുണ്ടായി എന്നതാണ്. ഒന്നാമത്തെ ധ്യാനം അത് തന്നെയാണ്. രണ്ട് വീടുകളുടെ ഒരു സമ്മേളനമാണ് ഈ കല്യാണം. ഒരു വീട്ടിൻ്റെ കുറവ്, അതിൻ്റെ സ്പന്ദനം അറിഞ്ഞിട്ട് അത് ആരും അറിയാതെ സ്വന്തം ഹൃദയത്തിൽ ഏറ്റെടുത്ത് പരിഹരിക്കാൻ നിൽക്കുന്ന വിശുദ്ധ മറിയം. രണ്ടാമത്, ഈ മറിയത്തിൻ്റെ ഈ ഇടപെടലിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ യേശുവുമായുള്ള ഒരു ഇടപെടലാണ് കാണാൻ സാധിക്കുന്നത്. മറിയയും യേശുവും തമ്മിലാണ്, ഒരു അമ്മയും മകനുമാണ്. 30 വയസ്സുള്ള ഒരു മകൻ്റെ അമ്മയാണ് മറിയം. വളരെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. ഗർഭകാലം മുതൽ കഷ്ടത അനുഭവിച്ചതാണ്. വളരെയധികം കഷ്ടപ്പെട്ട് 30 വയസ്സ് വരെ എത്തിച്ച് ഈ മകനുമായിട്ട് വന്ന് ഒരു കല്യാണം വീട്ടിൽ വന്നിരിക്കുകയാണ്. അമ്മയോട് ചേർന്നൊരു കല്യാണത്തിന് ഇന്ന് ചെറുപ്പക്കാരൊക്കെ സംബന്ധിക്കാൻ വളരെയധികം പാടുപെടുന്നൊരു കാലമാണ്. അവർക്ക് അവരുടേതായ ലോകമാണ്. ഇവിടെ അമ്മയും മകനും മകൻ്റെ കൂട്ടുകാരും ഒക്കെ ചേർന്നാണ് കല്യാണത്തിന് വന്നിരിക്കുന്നത്. അങ്ങനെ കല്യാണത്തിന് വന്ന് ഇവിടെ ഒരുമിച്ച് ഇരിക്കുമ്പോൾ മറിയയുടെ മുന്നിൽ വരുന്ന ഒരു പ്രശ്നമാണ് ഈ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയി എന്നത്. മറിയ ആദ്യം തൻ്റെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സമീപിക്കുന്ന തൻ്റെ മകനെയാണ് എന്നതാണ്. തൻ്റെ മകനോട് പോയി പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല എന്നതാണ്. ദേ ഹാവ് നോ വൈൻ എന്നതാണ്. അവർക്ക് വീഞ്ഞില്ല എന്നതാണ്. മക്കളോട് നമ്മൾ പല പല ആവശ്യങ്ങൾ പറയാറുണ്ട്. മോനെ, നമുക്ക് എന്തില്ല, നമ്മുടെ വീട്ടിൽ ഇന്ന കുറവുണ്ട്, അത് നീ പരിഹരിക്കണം. നമ്മുടെ വീട്ടിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അത് നീ നോക്കിയും കണ്ട് നടത്തണം. നമ്മുടെ വീട്ടിൽ ഇന്ന ആവശ്യങ്ങളുണ്ട്, അത് നീ നടപ്പിലാക്കി തരണം. നീ നല്ല ജോലി മേടിക്കണം, മിടുക്കനായിരിക്കണം, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. ഇതൊക്കെ പറയാറുണ്ട്. എനിക്കെന്തില്ല എന്ന് എൻ്റെ മക്കളോട് പറയാറുണ്ട്. എൻ്റെ വീടിനെന്തില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ എൻ്റെ അയൽവക്കക്കാരൻ എന്തില്ല എന്ന് എൻ്റെ മക്കളോട് പറയുന്ന എത്ര മാതാപിതാക്കളാണുള്ളത്? ഇവിടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു ചാർച്ചക്കാരിയുടെ വീട്ടിൽ കല്യാണത്തിന് വന്നിരിക്കുമ്പോൾ അവിടുത്തെ ഒരു പ്രശ്നം കണ്ടിട്ട് ഒരമ്മ മകനോട് പറയുകയാണ്, മകനെ, അവർക്ക് വീഞ്ഞില്ല എന്നാണ്. ദേ ഹാവ് നോ വൈൻ. അവർ ഒരു വളരെ വലിയൊരു സബ്ജക്റ്റായി മാറുകയാണ്. മറ്റുള്ളവർ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ നിർണായകമായ വിഷയമാകുന്നതെന്നാണ്. അമ്മയ്ക്കാണ് അത് സാധിക്കുക. മറ്റുള്ളവരിലേക്ക് ഒന്ന് വിരൽ ചൂണ്ടി മകൻ്റെ ശ്രദ്ധ അവിടേക്ക് ക്ഷണിക്കാൻ, മകനെ, ഈ വീട്ടിൽ ഒരു പ്രശ്നമുണ്ട്, അത് നീ പരിഹരിക്കണമെന്നതാണ്. അവർക്ക് എന്തില്ല എന്നത് നമ്മുടെ ഒരു പ്രശ്നമായി നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാറില്ല എന്നുള്ളതാണ്. നമ്മുടെ അയൽവക്കങ്ങളിൽ ഏതെല്ലാം സന്തോഷത്തിൻ്റെ
വീഞ്ഞിൻ്റെ തുരുത്തികൾ കാലിയായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളത് എത്രയോ നന്നായി അറിഞ്ഞിരിക്കുന്നു. നമ്മൾ കൂടുന്ന പ്രാർത്ഥനാ കൂട്ടങ്ങളിലായിക്കൊള്ളട്ടെ, നമ്മൾ ആരാധിക്കുവാൻ കൂടുന്ന ഇടങ്ങളിലായിക്കൊള്ളട്ടെ, നമ്മൾ കൂടുന്ന അയൽക്കൂട്ടങ്ങളിലായിക്കൊള്ളട്ടെ, നമ്മൾ കൂടുന്ന ഓരോ സമ്മേളനങ്ങളിലും നമ്മൾ അറിയുന്നുണ്ട് ചിലരുടെ ഹൃദയം തകർന്നു പോകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ഒരു വീട് ഉയർത്തു വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം. ഒരു കുട്ടി എന്തുകൊണ്ടാണ് ഹയർ എഡ്യൂക്കേഷന് പോകാത്തത് എന്ന് നമുക്കറിയാം. നന്നായി പഠിക്കുന്ന കുട്ടി എന്തുകൊണ്ട് പഠിത്തം നിർത്തിയെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ മകൻ്റെ അടുക്കൽ, മോനെ ഇന്ന വീട്ടിലൊരു പ്രശ്നമുണ്ട്, അത് നീ ഒന്ന് പരിഹരിക്കാമോ എന്ന് അയൽവക്കത്തെ പ്രശ്നങ്ങളിലേക്ക് ഒരു ശ്രദ്ധ ക്ഷണിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ, മകനെ അവർക്ക് എന്തില്ല എന്നൊന്ന് പറഞ്ഞ് അവരിലേക്ക്, അവരൻ്റെ ആവശ്യങ്ങളിലേക്ക് ഒരു ശ്രദ്ധ ക്ഷണിക്കാൻ സാധിക്കുന്ന മറിയമുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാ മക്കളും ഏതാണ്ട് ക്രിസ്തുവിനെ പോലെയാകും എന്നതാണ്. മറിയയെ പോലെയുള്ള ഒരു അമ്മയുടെ മനസ്സുണ്ടെങ്കിൽ യേശുവിനെ പോലെ മനസ്സുള്ള കുഞ്ഞുങ്ങളുണ്ടാകും എന്നതാണ്, ഒരു യുവാവ് ഉണ്ടാകും എന്നതാണ്. ഈ യേശു വളർന്നു വന്നു കഴിയുമ്പോൾ തൻ്റെ ശുശ്രൂഷയുടെ മധ്യത്തിൽ തൻ്റെ പ്രസംഗം കേൾക്കുവാൻ വന്നിരുന്ന ആളുകൾ വിശന്ന് പൊരിഞ്ഞിരിക്കുന്നു എന്നറിയുമ്പോൾ യേശു പറയുന്ന ഒരു വാചകമുണ്ട്. അത് ഈ അമ്മയിൽ നിന്ന് പഠിച്ചിരിക്കുന്ന വാചകമാണ്. അമ്മ പറഞ്ഞ വാചകം എന്തായിരുന്നു? അവർക്ക് വീഞ്ഞില്ല എന്നായിരുന്നു. യേശു വിശന്നു പൊരിഞ്ഞ മനുഷ്യരെ കണ്ടിട്ട് ആ മനുഷ്യരെ പറ്റി ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്നതാണ്. അവർ വിശന്നിരിക്കുന്നു എന്നതാണ്. ഒരിക്കൽ അമ്മ പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. യേശു ആ വാചകം അതേ ഫ്രെയിമിൽ ആവർത്തിക്കുകയാണ്. എന്തെന്ന് ചോദിച്ചാൽ, ഇവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കേണ്ട കടമ നമ്മുടേതാണ് എന്നതാണ്. അവർ എന്നത് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ നിർണായകമായൊരു വഴിത്തിരിവായിരുന്നു. അവരിലേക്ക് ശ്രദ്ധിക്കുവാൻ, ഈ സമൂഹത്തിൻ്റെ വേദനകളിലേക്ക്, യാതനകളിലേക്ക് ശ്രദ്ധിക്കുവാൻ മറിയ നൽകുന്ന ഒരു ചൂണ്ടടയാളമായിരുന്നു ആ ചോദ്യം. യേശുവിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അത്ഭുതം സംഭവിക്കുന്നത് മറിയയുടെ ഒറ്റ വാക്കിലാണ്. അവർക്കെന്തില്ല എന്ന് നോക്കുവാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ എന്തെന്ന് കണ്ട് തിരിച്ചറിയുവാനും ഒരൊറ്റ വാചകത്തിലൂടെ ഒരു നിർദ്ദേശം മകന് നൽകിയപ്പോൾ അവിടെ സംഭവിച്ചത് അത്ഭുതമായിരുന്നു എന്നതാണ്. യോഹന്നാൻ ശ്ലീഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ അടയാളങ്ങളുടെ പെരുമഴയാണ് പിന്നീട് സംഭവിച്ചത് എന്നതാണ്. അതെ, നമ്മളുടെ യുവാക്കന്മാരിൽ നിന്ന് അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ഒരു പെരുമഴ സംഭവിക്കാത്തതിൻ്റെ കാരണം അവരിലേക്ക് നോക്കുവാൻ, സമൂഹത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് നോക്കുവാൻ പ്രേരിപ്പിക്കുന്ന അമ്മമാരും അപ്പന്മാരും ഇല്ലാതെ പോകുന്നു എന്നതാണ്. സ്വന്തം കാര്യം നോക്കി വീട്ടിൽ വന്നുകൊള്ളണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന അപ്പന്മാരുടെ വീട്ടിൽ ക്രിസ്തു വളരില്ല എന്നതാണ്. ക്രിസ്തുവിന് വളരാൻ പറ്റിയ ഒരു കുടുംബ സംസ്കാരം നമുക്കില്ല എന്നുള്ളതാണ്. സമൂഹത്തിലേക്ക് നോക്കുവാനോ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ഇടപെടുവാനോ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന പുതിയൊരു പഠന സംവിധാനത്തിൽ നമുക്ക് ഈ ലോകത്തെ കാണുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവരിലേക്ക് നോക്കുവാൻ സ്വന്തം മകനെ പ്രേരിപ്പിക്കുന്ന മറിയത്തെയാണ് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്, ഈ യേശുവിൻ്റെ അടുക്കൽ യേശുവിനോട് മറിയ പറയുന്ന ഒരു കാര്യം, അവർക്ക് എന്തെങ്കിലും ചെയ്യുവാൻ പറയുമ്പോൾ യേശുവിൻ്റെ പ്രതിവചനം കേട്ടിട്ട് ഭൃത്യന്മാരോട് പോയി മറിയ പറയുകയാണ്. ഭൃത്യന്മാരോട് മറിയ പറയുന്നത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യുവിൻ. ഒരമ്മയ്ക്ക് മകനിലുള്ള ഒരു വിശ്വാസമാണ്, എൻ്റെ മകന് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കുമെന്ന ഒരമ്മയുടെ വിശ്വാസം. ഓരോ അമ്മമാർക്കും അപ്പന്മാർക്കും കുഞ്ഞുങ്ങൾ വളർന്നു വന്ന് കഴിയുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാവേണ്ടുന്ന വളരെ അത്ഭുതകരമായൊരു വിശ്വാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മകന് ഇത് ചെയ്യുവാൻ സാധിക്കുമെന്ന വിശ്വാസം, എൻ്റെ മകൻ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തനായി എന്ന വിശ്വാസം. മക്കളുടെ പ്രാപ്തിയിൽ വിശ്വസിക്കുന്ന മാതാപിതാക്കൾ വളരെ കുറഞ്ഞു വരുന്നു എന്ന് സംശയിക്കുകയാണ്. മക്കളെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ സാധിക്കാത്ത ആൾക്കാർ, എല്ലാ ഉത്തരവാദിത്വങ്ങളും മരിക്കുന്നത് വരെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. എന്നാൽ ചിലരെ കണ്ടിട്ടുണ്ട്, ഒരു മക്കൾ പക്വതയായി കഴിഞ്ഞാൽ കാര്യങ്ങൾ മക്കളെ ഏൽപ്പിച്ച് ഇതെല്ലാം ഗാലറിയിൽ നിന്ന് കണ്ട് ആസ്വദിക്കുകയും മക്കളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ, മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട് എന്നതാണ്. മറിയയുടെ മനോഹരമായൊരു എൻട്രിയാണ്. ഇതൊരു നാടകവുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ യോഹന്നാൻ ശ്ലീഹായുടെ ഈ സുവിശേഷത്തിൽ മറിയ മകന്റെ കൈ പിടിച്ചുകൊണ്ട് ഈ രംഗത്തേക്ക് വരികയാണ്. യേശുവും മറിയയും ചേർന്നുള്ള ഒരുമിച്ചുള്ള ഒരു അരങ്ങേറ്റാണ്. ഈ വേദിയിലേക്ക് വന്ന് ഈ വലിയ സന്ദേശം, ഒരു വലിയ ശുശ്രൂഷ മകനെ ഏൽപ്പിച്ചതിന് ശേഷം വളരെ അനുഗ്രഹീതമായി മറിയ രംഗം ഒഴിയുകയാണ്. പിന്നെ മറിയയെ കാണാനില്ല എന്നുള്ളതാണ്. വളരെ സുന്ദരമായി ഓരോ അമ്മമാരും ഓരോ അപ്പന്മാരും കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി അവർ പറക്കമുറ്റിക്കഴിയുമ്പോൾ അവരെ പറക്കുവാൻ അനുവദിക്കുക എന്നത് ദൈവികമായ ഒരു കൃപയാണ്. പലപ്പോഴും സ്വന്തം മക്കൾ എത്ര വളർന്നു കഴിയുമ്പോഴും അവരിലുള്ളൊരു വിശ്വാസക്കുറവാണ്, അവരുടെ കഴിവുകളിലുള്ള വിശ്വാസക്കുറവാണ്.
അവർക്ക് എന്ത് സാധിക്കും എന്നതിനെപ്പറ്റി വളരെ അവിശ്വാസം പുലർത്തുന്ന മാതാപിതാക്കളെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ മറിയയാകട്ടെ തൻ്റെ മകനിലുള്ള 30 വയസ്സുള്ള തൻ്റെ മകനിലും അവൻ്റെ കൂട്ടുകാരിലുമുള്ള സമ്പൂർണ്ണമായ വിശ്വാസമാണ്, മതിപ്പാണ്. എൻ്റെ മകന് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു അമ്മയാണ്. അനുഗ്രഹീതമായ ഒരു മകനെ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം അവർക്ക് വീഞ്ഞില്ല, അവരുടെ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് മകൻ നടക്കേണ്ടുന്ന ഒരു വഴി കാണിച്ചു കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് അമ്മ രംഗമൊഴിയുകയാണ്. പിന്നെ ഈ അമ്മയെ കാൽവറിയിൽ യേശുവിൻ്റെ മരണസമയത്താണ് ഈ അമ്മയെ കാണുന്നത്. ഇവിടെ അനുഗ്രഹീതമായി രംഗമൊഴിയുക എന്നത് വളരെ ആലോചിച്ച് ചെയ്യേണ്ട, ആസൂത്രിതമായി നടപ്പാക്കേണ്ട ഒന്നാണ്. മാതാപിതാക്കൾ കളികളൊക്കെ കളിച്ച് ഈ വളരെയധികം ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റി ഈ മക്കളെയൊക്കെ വളർത്തി കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഗാലറിയിലേക്ക് പതുക്കെ ഒഴിയണം. മക്കൾ അവിടെ കളിക്കട്ടെ, മരുമക്കൾ അവിടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റട്ടെ, അവരെല്ലാവരും ചേർന്ന് സന്തോഷിച്ച് ഉത്തരവാദിത്തപൂർവമായി ജീവിക്കുന്നത് കണ്ട് ആനന്ദിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും സാധിക്കുന്ന അനുഗ്രഹീതമായൊരു വാർദ്ധക്യമുണ്ട്. ഈ വാർദ്ധക്യം ദൈവം നമുക്ക് ദാനമായി നൽകുന്നതാണ്. മരിക്കുന്നത് വരെയും എല്ലാത്തിൻ്റെയും കടിഞ്ഞാൺ എൻ്റെ കയ്യിൽ തന്നെ വേണമെന്ന് മാതാപിതാക്കൾ വാശി പിടിക്കാൻ പാടില്ല. മക്കൾക്ക് അല്പം സ്വാതന്ത്ര്യമൊക്കെ ആകാം. അവർക്ക് സ്വയമായി അവരുടെ കുടുംബജീവിതം നയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു കേട്ടു, തൻ്റെ ജീവിത കാലയളവിൽ എപ്പോഴും അപ്പനോട് അഭിപ്രായം ചോദിക്കുന്നു. അപ്പൻ നല്ലൊരു മനുഷ്യനാണ്, കാര്യങ്ങളൊക്കെ നന്നായി കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഇത് കണ്ട് അപ്പനോട് അഭിപ്രായം ചോദിക്കാതെ ഒന്നും ചെയ്യുമായിരുന്നില്ല. എന്നാൽ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അപ്പൻ എല്ലാത്തിനും അഭിപ്രായം പറയുന്ന അപ്പനായിരുന്നു. എല്ലാത്തിനും മാർഗനിർദ്ദേശം നൽകുമായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസം കഴിയുന്നു, ഗ്രാജുവേഷൻ കഴിയുന്നു, അതിനുശേഷം ഒരു ജോലിയൊക്കെ ആവുന്നു, കുടുംബസ്ഥനാവുന്നു. അപ്പോഴൊരു വാഹനം വാങ്ങിക്കുന്നതിനെ പറ്റി ഒരു അഭിപ്രായം അപ്പനോട് ചോദിക്കുമ്പോൾ അപ്പൻ അതിന് ഉത്തരം പറഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പൻ പറഞ്ഞു, നീ നോക്കിയും കണ്ടും ചെയ്യേ, അത് നന്നായി ആലോചിച്ച് നടപ്പിലാക്ക് എന്ന് മാത്രമാണ് പറഞ്ഞത്. എൻ്റെ മകന് ആലോചിക്കുവാൻ കഴിവുണ്ടെന്ന്, എൻ്റെ മകന് ചിന്തിക്കുവാൻ കഴിവുണ്ടെന്ന്, അവന് ഞാൻ ആർജിച്ചതിനേക്കാൾ വിദ്യാഭ്യാസം അവനുണ്ടെന്ന്, അവന് പ്രാപ്തിയായെന്ന്, അവനെടുക്കുന്ന തീരുമാനങ്ങളുടെ ഭവിഷ്യത്ത് അനുഭവിപ്പാൻ അവന് പ്രാപ്തിയായെന്ന് ഒക്കെ തിരിച്ചറിയുമ്പോൾ മാത്രമേ മക്കളിൽ മാതാപിതാക്കൾക്ക് വിശ്വസിക്കാൻ സാധിക്കത്തുള്ളൂ. 30 വയസ്സുള്ള യുവാവിൽ ഒരമ്മ വിശ്വസിക്കുകയാണ്, അയൽവക്കത്തുണ്ടായ ഒരു വിഷയം പരിഹരിപ്പാൻ എൻ്റെ മകന് സാധിക്കുമെന്ന വിശ്വാസമാണ്. അതുകൊണ്ട് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുവിൻ എന്ന് അവിടെ നിന്ന് ഭൃത്യന്മാരോട് പറഞ്ഞിട്ട് ഈ അമ്മ അവിടെ നിന്ന് രംഗമൊഴിയുകയാണ്. ഒരു തലമുറയുടെ രംഗമൊഴിയലാണ്. പുതിയ തലമുറയ്ക്ക് രംഗപ്രവേശം ചെയ്യുവാൻ വേണ്ടി പഴയ തലമുറകൾ അല്പം മാറി നിൽക്കേണ്ട ആവശ്യമുണ്ട്. മറ്റുള്ളവർക്ക്, പുതിയ തലമുറയ്ക്ക് അവരുടെ പെരുമാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടി ഒരു സ്പേസ്, ഒരു ഇടം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സാവകാശം മാതാപിതാക്കൾക്കുണ്ട്. അതാണ് ഒരു അനുഗ്രഹീതമായ അമ്മ നിറവേറ്റുന്നത്. വിശുദ്ധ മറിയത്തിൽ ഇതാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ 2 ധ്യാനങ്ങളും വിശുദ്ധ മറിയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. മറിയയുടെ കുടുംബവും ഈ കാനാവിലെ കുടുംബവും നമ്മളൊരു എൻഗേജ്മെൻ്റാണ് നമ്മൾ പറഞ്ഞത്. അവിടെ ഒരു കുടുംബത്തിൻ്റെ പ്രശ്നത്തെ ഉള്ളിലേറ്റി സ്വയം പരിഹരിക്കാൻ വേണ്ടി അവിടെ ഒരു നിശബ്ദ സാന്നിധ്യമായി മാറുന്ന മറിയയാണ് കാണാൻ സാധിച്ചത്. പിന്നെ തൻ്റെ മകനെ വിശ്വാസത്തിലെടുത്ത് ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത് സ്വയം രംഗമൊഴിയുന്ന ഒരു അമ്മയാണ് കാണാൻ സാധിച്ചത്. മൂന്നാമത് നമ്മൾ യേശുവിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. യേശുവും ഈ കുടുംബവുമായുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന ഒരു അത്ഭുതമാണ്. അത്ഭുതം കേവലം വെള്ളം വീഞ്ഞാക്കി എന്ന് പറഞ്ഞു തുടങ്ങുന്ന സുവിശേഷം അവസാനിക്കുന്നത് വീഞ്ഞ് രക്തമാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ രണ്ട് സംഭവങ്ങളുടെ ഇടയിലാണ് യേശുവിൻ്റെ കഥകൾ നിൽക്കുന്നത്, യേശുവിൻ്റെ സംഭവം നിൽക്കുന്നത്. വെള്ളം വീഞ്ഞാക്കുന്ന ഒരു അത്ഭുത പ്രവർത്തിക്കും ഒരു മേശപ്പുറത്ത് വെച്ച് ഒരു കപ്പ് വീഞ്ഞിനെ രക്തമാക്കി മാറ്റുകയും ഈ രക്തം കുടിക്കുക എന്ന് പറയുകയും ചെയ്യുന്ന യേശുവിൻ്റെ 2 ശബ്ദങ്ങൾക്കിടയിലാണ് യേശുവിൻ്റെ സുവിശേഷം പ്രവർത്തിക്കുന്നത്. അത് രൂപാന്തരത്തിൻ്റെ ശബ്ദമാണ്. ഈ രൂപാന്തരം ആസ്വദിക്കുന്ന മനുഷ്യർക്കാണോ ഈ വസ്തുക്കൾക്കാണോ എന്നുള്ളതാണ് നമ്മളുടെ സംശയം. ആ സംശയങ്ങളിലേക്കും ചർച്ചകളിലേക്കും പോകുന്നില്ല. വെള്ളം വീഞ്ഞായോ വീഞ്ഞ് രക്തമായോ എന്നുള്ള ഒരു ഡിബേറ്റിലേക്ക് പോകാനായിട്ടല്ല. എന്നാൽ ഇത് ആസ്വദിക്കുന്നവരുടെ കാഴ്ചപ്പാടിലുണ്ടാവുന്ന രൂപാന്തരമാണ് ഒന്നാമത്തെ അടയാളം എന്നതാണ്. ഇവിടെ ആസ്വദിക്കുന്നത് യഹൂദന്മാരാണ്. ഈ വീട്ടിൽ ഈ വിവാഹത്തിന് എല്ലാ സന്തോഷങ്ങളുടെയും ഏകാശ്രയം എന്നവർ കരുതുന്നത് വീഞ്ഞിനെയാണ്. ചിലപ്പോൾ അങ്ങനെയാണ്. ചിലർ പറയും ഈ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ എനിക്ക് സന്തോഷമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ഒരു പിടിവള്ളിയിൽ മാത്രം പിടിച്ച് ഞാന്ന് കിടക്കുന്ന ആൾക്കാർ, ആ പിടിവള്ളി പൊട്ടിക്കഴിയുമ്പോൾ ജീവിതം മൊത്തം തകർന്നുപോയി എന്ന് കരുതുന്ന ആൾക്കാർ. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു യഹൂദന്റെ സന്തോഷവും ആനന്ദവുമെല്ലാം വീഞ്ഞിലും വീഞ്ഞിൻ്റെ തുരുത്തിയിലും ചക്കിലും
മുന്തിരിത്തോട്ടത്തിലുമാണ് എങ്കിൽ അവൻ ഇവിടെ തകർന്നു പോകാൻ പോവുകയാണ്. കാരണം ഇവരെ സന്തോഷിപ്പിക്കുവാൻ പോകുന്ന, രസിപ്പിക്കാൻ പോകുന്ന വീഞ്ഞ് എന്ന ഏകപാനീയം ഇല്ലാതെ പോയിരിക്കുന്നു എന്നതാണ്. യേശു ഇവരെ പഠിപ്പിക്കുന്നത് ഒരു പ്രത്യേകമായ സന്തോഷത്തിന്റെ ഉറവിടം അടഞ്ഞു പോകുമ്പോൾ അതിനെ ഓർത്ത് നിരാശപ്പെട്ട് ഒരു വിവാഹവും ഒരു വീടും മുഴുവൻ അലങ്കോലമാക്കുവാനല്ല. യേശു പുതിയൊരു പരിശീലനം നൽകുന്നത് വൈൻ യാർഡിൽ നിന്ന് കോർട്ട് യാർഡിലേക്ക് നിന്റെ ശ്രദ്ധ മാറ്റുവാനായിട്ടാണ്. നിന്റെ വീഞ്ഞിരിക്കുന്ന ഭരണികളിൽ നിന്ന് കൽഭരണികളിലേക്ക് നിന്റെ ശ്രദ്ധ മാറ്റുവാനായിട്ടാണ്. നിന്റെ വീട്ടുമുറ്റത്തെ കിണറ്റിലേക്ക് ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ടാണ്. നിന്നെ സന്തോഷിപ്പിക്കുവാൻ സാധിക്കുന്ന ജീവന്റെ നീരുറവ് അവിടെ ഉണ്ട് എന്നതാണ്. നീ എന്നും വെള്ളം കോരുന്ന കിണറ്റിൽ തന്നെ നിനക്ക് സന്തോഷിക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്നതാണ്. നീ എന്നും പെരുമാറുന്ന കൽപാത്രങ്ങൾക്കുള്ളിൽ നിന്റെ സന്തോഷത്തിന്റെ സാധ്യതകളുണ്ട് എന്നതാണ്. അതിന്റെ രുചിയും രസവും ആസ്വദിക്കാൻ അറിയാത്തത് കൊണ്ടാണ് നീ സന്തോഷിക്കാത്തത് എന്നതാണ്. ജീവിതത്തിൽ സന്തോഷിക്കുക എന്നത് ഒരു ശീലമാണ്. സന്തോഷിക്കുക ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രം സന്തോഷിക്കുന്നതല്ല. സന്തോഷിക്കുവാൻ അറിയാവുന്നവൻ എന്തിലും സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. ഏത് കാര്യത്തിലും സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. ചില സന്തോഷങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ദുഃഖിച്ച് ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടിയുള്ളതല്ല ജീവിതം. ഒരു സന്തോഷം നഷ്ടപ്പെടുമ്പോൾ ഒരു കുടുംബം മൊത്തവും പതിച്ചു പോകാൻ വേണ്ടിയുള്ളതല്ല. വീഞ്ഞു തീരുമ്പോൾ കലങ്ങേണ്ടതല്ല കുടുംബം. വീഞ്ഞു തീരുമ്പോൾ പുത്തൻ സന്തോഷങ്ങളെയും ആനന്ദങ്ങളെയും കണ്ടെത്തുവാൻ യേശു വിളിക്കുകയാണ്. വിളിച്ചിറക്കുന്നത് മറ്റത്തേക്കുമല്ല, എല്ലാവരും കളിച്ചും ചിരിച്ചും വളരുന്ന സ്വന്തം വീട്ടുമുറ്റത്തേക്കാണ്. സ്വന്തം വീട്ടുമുറ്റത്ത് നീ കാണാതെ പോയ കിണർ യേശു കാണിച്ചു തരികയാണ്. നീ കാണാതെ പോയ കിണറ്റിലെ വെള്ളം നിനക്ക് യേശു കാണിച്ചു തരികയാണ്. ആ വെള്ളത്തിന്റെ ഉള്ളിൽ ഒരു രസമുണ്ട് എന്ന് കാണിച്ചു തരികയാണ്. ആ വെള്ളം ആസ്വദിക്കുവാൻ പഠിപ്പിക്കുകയാണ്. പ്രിയരെ, നമ്മളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ എത്രമാത്രം സാധ്യതകൾ നമ്മുടെ വീട്ടുമുറ്റത്തുള്ളപ്പോൾ നാം എത്രയോ അതിവിദൂരമായ വീഞ്ഞു ചക്കുകളെ ആശ്രയിക്കുകയാണ്. വീഞ്ഞു തീർന്നു പോയാൽ എന്താ? നമുക്ക് സന്തോഷിക്കുവാൻ പുതുവഴികൾ തുറന്നു തരുന്ന യേശുവിൻ്റെ ചൂണ്ടുവിരൽ നമ്മുടെ മുന്നിലുള്ളപ്പോൾ ആനന്ദത്തിന് വളരെ ബഹുലമായ വഴികൾ നമ്മുടെ മുന്നിൽ യേശു തുറന്നു തരുകയാണ്. അവിടെയാണ് ഈ അത്ഭുതത്തിൻ്റെ മർമ്മം ഇരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ യേശു വെള്ളം കോരി വിരുന്ന് വാടി കൊണ്ടുപോയി കൊടുക്കുവാൻ പറയുകയും അവർ കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പോൾ അവർ ഏറ്റവും അധികം സന്തോഷിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളുടെയും ആനന്ദങ്ങളുടെയും അനന്ത സാധ്യതകൾ നമ്മളുടെ മുന്നിൽ നിൽക്കുകയാണ്. കണ്ണ് നഷ്ടപ്പെടുമ്പോൾ കണ്ണില്ലല്ലോ എന്നോർത്ത് കരയുവാനുള്ളതല്ല ജീവിതം. വൈക്കം വിജയലക്ഷ്മി എന്ന അനുഗ്രഹീതയായ ഗായിക കണ്ണില്ലല്ലോ നേർത്ത് കരഞ്ഞു തീർക്കുവാനുള്ളതല്ല ജീവിതമെന്നും തൻ്റെ തൊണ്ടയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഇമ്പകരമായ ശബ്ദം ശ്രുതിമധുരമായി മീട്ടുവാൻ തനിക്ക് നിയോഗമുണ്ടെന്നും തിരിച്ചറിയുമ്പോൾ പ്രിയരെ, ഇല്ലാത്ത വീഞ്ഞുപുരകളെ ഓർത്ത് ദുഃഖിക്കുകയല്ല, പിന്നെയോ തൻ്റെ വീട്ടുമുറ്റത്ത് തന്നെ, തൻ്റെ ശരീരത്തിൽ തന്നെ തനിക്കുള്ള സാധ്യതകളെ ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തി അതിൽ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായി നമുക്ക് വൈക്കം വിജയലക്ഷ്മിയെ പോലെയുള്ള ധാരാളം ആൾക്കാർ. ഹെലൻ കെല്ലർ കാണുവാൻ പ്രാപ്തിയില്ലാതെ, കേൾക്കുവാൻ നിവൃത്തിയില്ലാതെ, സംസാരിക്കുവാൻ യാതൊരു സാധ്യതയുമില്ലാതെ, ഈ ലോകവുമായി യാതൊരു ബന്ധവും പുലർത്തുവാനോ ആസ്വദിക്കുവാനോ ഒരു സാധ്യതയുമില്ലാതെ ഇരിക്കുന്ന ഹെലൻ കെല്ലർ ഈ ലോകത്തെ അക്ഷരങ്ങൾ കൊണ്ട് കീഴടക്കിയ വ്യക്തിയാണ്. എത്ര സുന്ദരമായിട്ടാണ് ജീവിതം ആസ്വദിക്കുന്നത്. വീട്ടുമുറ്റത്തെ കിണറുകളിൽ സന്തോഷത്തിൻ്റെ നീർത്തുള്ളികളുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഈ ഭാഗത്ത് യേശു നമ്മെ വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ കേന്ദ്രം എന്താണ്? വീഞ്ഞെന്ന് പറയുന്നത് തികച്ചും സ്വാർത്ഥമായ സന്തോഷത്തിൻ്റെ അടയാളമാണ്. രാജാക്കന്മാർ സ്വയം മതിമറന്ന് കുടിച്ച് ആനന്ദിക്കുന്ന, കുടിക്കുന്നവർ മാത്രം ആനന്ദിക്കുന്ന ഒരു പദാർത്ഥമാണ് വീഞ്ഞ്. അത് ഇറക്കുന്നത് ദോഷകരമാണ് എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. വീഞ്ഞ് നോക്കിയിരിക്കുന്നതും അത് കുടിക്കുന്നതും ദോഷകരമാണ് എന്ന് വളരെ വ്യക്തമായി സദൃശവാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഇവിടെ സ്വന്തമായ ആനന്ദം, സ്വന്തമായ സന്തോഷം. എന്നാൽ യേശു വിളിക്കുന്നത് വീഞ്ഞിൻ്റെ സന്തോഷത്തിൽ നിന്നും വെള്ളത്തിൻ്റെ സന്തോഷത്തിലേക്കാണ്. ജലത്തിൻ്റെ വഴികളിൽ ചില സന്തോഷങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താണ് ജലത്തിൻ്റെ വഴി? ജലത്തിൻ്റെ വഴി എന്നത് പ്രവാചകന്മാരുടെ വഴിയാണ്. സ്നാപകയോഹന്നാൻ നിൽക്കുന്നത് ഒരു ജലത്തിൻ്റെ തീരത്താണ്, ഒരു നദിയുടെ തീരത്താണ്. ആ നദിയുടെ തീരത്ത് നിന്ന് മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് ഈ ലോകത്തെ രൂപപ്പെടുത്തുകയാണ്. അതൊരു സന്തോഷമാണ്. വെള്ളത്തിൻ്റെ വഴിയാണ് പ്രവാചകൻ്റേത്. ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന സാമൂഹിക ഇടപെടലുകളിൽ ലഭിക്കുന്ന ഒരു ആനന്ദമാണ്. യേശു ഈ യോർദാന്റെ കരയിൽ നിന്ന് ഇറങ്ങുന്നത് ഇതേ വെള്ളത്തിലേക്കാണ്. ആ വെള്ളത്തിൽ ഇറങ്ങി
പ്രവാചകന്റെ കൈപിടിച്ച് കയറുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന ആദ്യത്തെ അത്ഭുതമാണ് വെള്ളം വീഞ്ഞാക്കി എന്നത്. യോർദാൻ നദിയിലെ പ്രവാചക ജലമേ, നിന്നിലൊരു രസമുണ്ട് എന്ന് യേശു വിളിച്ചു പറയുകയാണ്. പ്രവാചകന്മാരുടെ വഴിക്കൊരു സുഖമുണ്ട് എന്ന് പറയുകയാണ്. ഈ ലോകത്തിന്റെ പ്രശ്നങ്ങളിൽ, ലോകത്തിന്റെ ആവശ്യങ്ങൾ ഇടപെടുന്ന കർമ്മങ്ങളിൽ ഒരു സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കണം എന്നതാണ്. പ്രിയരെ, ബിരിയാണി വാങ്ങി തിന്നുമ്പോൾ ഒരു സുഖം, അതാണ് വീഞ്ഞിന്റെ സുഖം. ഞാൻ കുടിക്കുകയും തിന്നുകയും ചെയ്ത് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന ഒരു എപ്പിക്യൂരിയൻ സുഖമാണത്. ആ എപ്പിക്യൂരിയൻ സുഖത്തിൽ നിന്ന് യേശു വിളിക്കുന്ന മറ്റൊരു മാസ്മരികമായ സുഖം എന്തെന്ന് ചോദിച്ചാൽ അത് പ്രവാചകന്റെ വഴിയുടെ സുഖമാണ്. പ്രവാചക വഴിയുടെ സുഖം എന്നത് അപരന്മാരുടെ തീറ്റുന്നതിലും കുടിപ്പിക്കുന്നതിനുള്ള സുഖമാണ്. വന്നിരുന്ന 5000-ത്തിലധികം ആളുകൾക്ക് വെച്ച് വിളമ്പുമ്പോൾ യേശുവിനും ശിഷ്യന്മാർക്കും ഉണ്ടാകുന്ന ഒരുതരം സുഖമുണ്ട്. അന്ധനും കുരുടന് കാഴ്ച നൽകുമ്പോൾ ഒരു പ്രവാചകൻ ലഭിക്കുന്ന ഒരു സുഖമുണ്ട്. വിശക്കുന്നവനെ ഊട്ടുമ്പോൾ, നഗ്നനെ ഉടുപ്പിക്കുമ്പോൾ, കാരാഗൃഹത്തിലിരിക്കുന്ന മനുഷ്യനെ ചെന്ന് കാണുമ്പോൾ ഒരു മനുഷ്യന് കിട്ടുന്ന ആനന്ദമുണ്ട്. ഈ ആനന്ദം വെള്ളത്തിന്റെ വഴിയാണ്, ജലധാരയാണ്. ജലത്തിന്റെ വഴിയിൽ ലഭിക്കുന്ന പ്രവാചക തുല്യമായ മാസ്മരികമായ സുഖം. ഈ സുഖം ആസ്വദിച്ചു തുടങ്ങുമ്പോൾ ഏത് മനുഷ്യനും പറയും, ഇന്നലെ സ്വന്തമായി വാങ്ങിത്തിന്ന ബിരിയാണിയേക്കാൾ ഞാൻ ഇന്ന് മറ്റൊരാൾക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്തപ്പോൾ, പട്ടിണി കിടന്ന ഒരു മനുഷ്യനെ ഊട്ടിച്ചപ്പോൾ ലഭിച്ച സുഖം എന്നത് ഇന്നലെ ഞാൻ സ്വയം ആസ്വദിച്ച സുഖത്തേക്കാൾ സുന്ദരമാണ് എന്നറിയുവാൻ സാധിക്കും. ഞാൻ തന്നെ വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിച്ചിടുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ സുഖം നഗ്നനെ ഉടുപ്പിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നു എന്നതാണ്. അതാണ് വീഞ്ഞിന്റെ വഴിയിലെ സുഖവും വെള്ളത്തിന്റെ വഴിയിലെ സുഖവും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമാണിത്. ജീവിതത്തിൽ പലപ്പോഴും ചെറിയ ചെറിയ രസങ്ങളുടെ പിറകെ പോകുന്നത് നാം എന്തുകൊണ്ടാണ്? ചെറിയ ചെറിയ രസങ്ങളുടെ പിന്നാലെ നാം പോകുന്നത് വലിയ വലിയ രസങ്ങൾ നാം ആസ്വദിക്കാത്തത് കൊണ്ടാണ് എന്നതാണ്. പ്രിയരെ, ഇന്നത്തെ നമ്മളുടെ ജീവിതത്തിലെ സുഖവും സന്തോഷവും എല്ലാം എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? ഞാൻ ആസ്വദിക്കുന്നത്, ഞാൻ തിന്നുന്നത്, ഞാൻ സുഖിക്കുന്നത്, ഇതിനെയെല്ലാം ആശ്രയിച്ച് രസം ഇരിക്കുമ്പോൾ അത് വീഞ്ഞിന്റെ വഴിയുള്ള രസമാണ്. അത് തീർന്നു പോകുന്ന രസമാണ്. അത് താൽക്കാലികമായ രസമാണ്. യേശു വിളിക്കുന്നത് നിത്യമായ രസത്തിലേക്കാണ്. നിന്റെ വീട്ടുമുറ്റത്തിലെ തൊട്ടിയും കിണറും കൊണ്ട് ആരംഭിക്കുവാൻ സാധിക്കുന്ന, നിന്റെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്ന് ആരംഭിക്കുവാൻ സാധിക്കുന്ന ഒരു സുഖമാണ്. ആ സുഖം എന്ന് പറയുന്നത് വളരെ അടുത്തുള്ള ഒരു സുഖമാണ്. ആ സുഖം എന്ന് പറയുന്നത് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട സുഖമാണ്. പ്രവാചകന്റെ വഴിയിലേക്കുള്ള ആദ്യത്തെ അത്ഭുതത്തിന്റെ സുഖമാണ്. അവരുടെ ജീവിതത്തിൽ ഇടപെടുവാൻ സാധിക്കുന്ന ദൈവികമായ കൃപയാണ്. വിശുദ്ധ മറിയമാണ് യേശുവിനോട് അത് പറയുന്നത്. അവർക്ക് വീഞ്ഞില്ല എന്നതിൽ ഇടപെടുന്ന സുഖം, അവരന്റെ വിഷയങ്ങളിൽ ഇടപെടുന്ന സുഖം എന്ന് പറയുന്നത് ജലത്തിന്റെ വഴിയിലുള്ള സുഖമാണ്. അത് പ്രവാചക വഴിയുടെ സുഖമാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുകയും രൂപപ്പെടുത്തുകയും അവരെ സന്തോഷിപ്പിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന സേവനത്തിന്റെ സുഖമാണ്. അതുകൊണ്ട് ഈ ഭാഗത്ത് നമ്മളുടെ സന്തോഷവും ആനന്ദവും ഒക്കെ നിത്യമാകട്ടെ. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലും സേവിക്കുന്നതിലും സുഖിക്കണം. എല്ലാവരാലും ഞാൻ രസിച്ച് മതിമറക്കുകയല്ല, മറിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിലൂടെ, മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ ആനന്ദിക്കുവാൻ സാധിക്കണം. പ്രിയരെ, വളരെ സുന്ദരമായ ഒരു സംഭവമാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. 3 മന്ദിരങ്ങൾ, ശരീരം, ദേവാലയം, ഭവനം. ഈ 3 മന്ദിരങ്ങളും ദൈവത്തിൻ്റെതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഈ ഭാഗത്തെ ഒരു ഭവനം, ഈ ഭവനവുമായുള്ള ഇടപെടൽ, അതിനകത്ത് മറിയയുടെ ഇടപെടൽ. മറിയ ഈ ഭവനത്തിൻ്റെ എല്ലാ ഭാരങ്ങളെയും ഏറ്റെടുത്തു സ്വയം പരിഹരിക്കുവാൻ ശ്രമിക്കുന്നു. അതൊരു രസമാണ്. മറിയയുടെ മകനെ സമ്പൂർണമായ വിശ്വാസത്തിലെടുത്ത് എല്ലാം ഏൽപ്പിക്കുന്ന അമ്മ, അതൊരു രസമാണ്. ഇവിടെ ഈ ലോകത്തിൽ സ്വയം ആനന്ദിച്ച് സുഖിച്ച് തിന്നുകുടിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തോട് യേശു പറയുകയാണ്, ഈ വെള്ളത്തുള്ളികളിൽ നിനക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും. നീ ചിലതിൽ മാത്രമേ ആനന്ദം കണ്ടെത്തൂ എന്ന പിടിവാശി മാറ്റി നഷ്ടപ്പെട്ട സുഖങ്ങളെ ഓർത്ത് ദുഃഖിക്കാതെ പുതിയ സന്തോഷങ്ങളും ആനന്ദങ്ങളും ചൂണ്ടിക്കാണിച്ചു തരുന്ന കർത്താവ് അതിലേക്ക് നമ്മളെ വഴി നടത്തുകയാണ്. നമ്മുടെ നന്മകൾ കണ്ട് ആനന്ദിക്കുവാനായിട്ട് സാധിക്കണം. ഇവിടെ മറ്റൊരു ദർശനം കൂടെ നൽകുകയാണ്. നീ മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെ, സ്വയം ഉണ്ണുന്നതിലല്ല മറ്റുള്ളവരെ ഊട്ടുന്നതിലൂടെ, സ്വയം ഉടുക്കുന്നതിലൂടെയല്ല മറ്റുള്ളവരെ ഉടുപ്പിക്കുന്നതിലൂടെ നീ ആനന്ദിച്ചാൽ അത് പ്രവാചക വഴിയിലുള്ള സുഖമാണ്. രാജകീയമായ ഭോജനങ്ങളുള്ള സുഖത്തേക്കാൾ പ്രവാചകന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലൂടെയുള്ള നടപ്പിൽ സുഖിക്കുവാനും ആനന്ദിപ്പാനും സാധിക്കണം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കാണാതെ പോകുന്ന സന്തോഷങ്ങളുടെ വഴികളിലേക്ക്, അതും വെള്ളത്തിൻ്റെ വഴിയിലുള്ള സന്തോഷത്തിൽ, പ്രവാചകന്റെ വഴിയിലുള്ള സന്തോഷത്തിൽ ആനന്ദം കണ്ടെത്തുവാനും മറ്റുള്ളവരിൽ
മറ്റുള്ളവരെ ശ്രദ്ധിക്കുവാനും അവരുടെ ആവശ്യങ്ങൾ കണ്ടെത്തി അവരെ സഹായിക്കുന്നതിലൂടെ ആനന്ദിപ്പാനും ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൻ്റെ ആനന്ദങ്ങൾ ദൈവം മറച്ചിട്ടിരിക്കുന്ന സാധ്യതകൾ കണ്ടെത്തി ദൈവത്തെ സ്തുതിപ്പാൻ ദൈവമിടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ അതിനായി ഒരുങ്ങുകയും ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.